ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനൂസ് ഹോം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ഒട്ടും മടിച്ചില്ല, ഇമ്മാനോട് പോയി ചോദിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഇമ്മ ഉണ്ടാക്കി തന്ന ഒരു കിടുക്കാച്ചി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ റെസിപ്പി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത് കേട്ടോ. ഇനി പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊടി ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എള്ളാണ് ഇനി ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. എള്ളു കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമുക്കിതിപ്പോൾ ഈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ കുഴച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കാം. ഇനി ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് റൗണ്ട്സ് ആക്കി എടുക്കാം. അപ്പോൾ ഗൈസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ റൗണ്ട്സ് ആക്കി കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിത് ഇമ്മാൻ്റെ കയ്യിലോട്ടിന് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഈ പാൻ ചൂടായ ശേഷം നമ്മൾ ഇതിലോട്ട് ഈ പരത്തി വെച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡ് നല്ല വെന്ത ശേഷം അതൊന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ പച്ചമല്ലി, അതുപോലെ ഒരു കഷ്ണം മഞ്ഞൾ കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചുവന്നമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. പണ്ട് എന്തോ കേട്ടിട്ടുണ്ട്, എല്ല് മുറുകെ പണിയെടുത്തു കഴിഞ്ഞാൽ പല്ല് മുറുകെ തിന്നാമെന്ന്. അതിനൊരു ഉദാഹരണമാണിത്. കാരണം നമ്മളെല്ലാം അമ്മിയിലാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. മിക്സി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ആ വറുത്ത് വെച്ച മിക്സ് കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല പെട്ടെന്ന് അരവൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടി അരച്ചെടുക്കാം. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ആ അരപ്പിലോട്ട് ആദ്യം നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പോണ കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആദ്യം ചതച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മളിതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഇനി ഇതുപോലെ നമ്മളെ മെയിനായ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വെളിച്ചെണ്ണയാണ്. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ മൺചട്ടിയിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കുക്കറിലാണ് കുക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 6 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം അത്യാവശ്യം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ചെയ്യാനുള്ളത് ഒരു പാൻ ചൂടാക്കാം. ആ പാൻ ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പെരിഞ്ചീരകമാണുള്ളത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് വെല്ലുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതും ഓരോ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മളിനി ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടെ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. ഫസ്റ്റ് എനിക്ക് തന്നെയാണ് ട്രൈ ചെയ്യാൻ തന്നത്. പറയാൻ വാക്കുകളില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളിതിനിവിടെ കൈപ്പത്തിരി എന്നാണ് പറയാറ്. അപ്പോൾ കൈപ്പത്തിരി ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.